ഇനി എല്ലാവരും മുട്ട കഴിക്കാം. ഒരു 100 കൂടി എല്ലാവർക്കും കൊടുക്ക്. അത് മതിയാ? എടുത്ത് കൊടുക്കടാ. സിൽമാൻ നടന്റെ അപ്പനാ പറയുന്നത്. ഇവിടെ എങ്കിൽ 200 പട്ടയും കൂടി ആയിക്കോട്ടെ. സിൽമാൻ നടന്റെ 4 മുട്ടയും. സിനിമ സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിച്ച സിനിമ. ചക്കയും ചക്കക്കുരുവിനെയും വെച്ച് ചവിട്ടണ പോലെ ഉണ്ട്. ബാലൻസ് കിട്ടില്ല. ചക്ക നിന്റെ അപ്പൻ. അയ്യോ അപ്പൻ. അയ്യോ അപ്പൻ. പരന്തോടി ഇങ്ങോട്ട് വാടാ. ഇന്ന് ചാലക്കുടിക്കാർക്കൊക്കെ കുശാല. ഇന്ന് വരുന്നവർക്കെല്ലാം പട്ടയം മുട്ടയും രാമപ്പന്റെ വക ഫ്രീ. പട്ടേന്ന് പറഞ്ഞ എന്റെ കൺട്രോളോ എന്റെ വന്ന് എന്റെ കൺട്രോൾ എപ്പോഴേ പോയി. നീ സിനിമയുടെ ആഘോഷം ഇവിടെ. സിനിമ നടന്നിരിക്കടാ. തുടക്കക്കാരനായ എന്റെ ബേബി കുറേ ശരിക്കണം. അല്ലെങ്കിൽ നെഞ്ചി കത്തും. എന്നിട്ട് ഒരു മുള എടുത്തിട്ട് സുഖം ആദ്യായിട്ടാ. ഇവൻ തുടക്കക്കാരനൊന്നും അല്ലട്ടോ. അല്ലപ്പാ ആദ്യായിട്ടാ. അത് കണ്ട ഒടുക്കത്തെ കുടിയാണല്ലോ. കണ്ടോ ഒരു ഉപ്പീട് കൊടുക്ക്. ഇനി വേണ ആശുപത്രിയായി. നീ രാമപ്പനെ കുറിച്ച് എന്ത് വിചാരിച്ചടാ? രാമപ്പൻ നാളെ ബെൻസുകാരന് വരും. ബെൻസുകാരൻ റേഷൻ കാർഡാ. രാമപ്പൻ ബെൻസുകാർ ഈ പാടത്തിൽ കൂടി ഓടിച്ചും കൂടി കൊണ്ടുവരും അല്ലേ രാമപ്പ? അത് ശരി. അപ്പൊ റേഷൻ മേടിക്കാനുള്ള കാശിനല്ലേ കുടിച്ചേ? റേഷൻ നാളെ വാങ്ങിക്കാം. പക്ഷെ ചാരായി ഇന്ന് കുടിക്കേണ്ടത് ഇന്ന് തന്നെ കുടിക്കണം. നാളെ കുടിക്കാൻ ഒരു പക്ഷക്കാരിലുണ്ടാവൂല. പിള്ളേർക്ക് അതുമല്ല അറിയാമോ രാമപ്പ? എന്റെ മോൻ സിനിമ നിർണയ ദിവസം ചായം കുടിക്കാനെ മുഴുവൻ ഞാൻ കുടിപ്പിക്കും. അത് ശരിയാ. ഈ തെങ്ങേറ്റക്കാരൻ രാജാമണി സിനിമയിലെ തെങ്ങേറ്റക്കാരനല്ലേ? വേറൊരു സിനിമ സൂപ്പർ സ്റ്റാർ സിനിമ. ഇവൻ ചാലക്കുടിയിലെ രാജാവും. അറിയാമേ. അതെങ്ങനെ അറിയണം നിനക്ക്? പ്രസവം നിർത്തിയ പെണ്ണ് പ്രസവിക്കുമെന്നും ആ കൊച്ചു രാജാവെന്നും കാക്കാത്തി പറഞ്ഞതിന് ശേഷമാണ് ഈ രാജാമണി ഉണ്ടായെന്ന് എന്റെ അച്ഛൻ പണ്ട് പറഞ്ഞ അവൻ പറഞ്ഞത് സത്യോ? പ്രസവം നിർത്തി എന്റെ അമ്മിണിയെ ഞാൻ പ്രസവിപ്പിച്ചതാ ഈ രാജാമണി. അന്നാ കാക്കാത്തി പറഞ്ഞ അച്ചട്ടാ. അന്ന് ഇതുപോലൊരു ദിവസം ഷാപ്പിലിരിക്കുമ്പോഴാ ഇവന്റെ മൂത്ത ചേച്ചി വന്ന് പറഞ്ഞത് അമ്മിണി തല കറങ്ങി വീണെന്ന്. അമ്മണേ അമ്മിണിച്ചി അമ്മണേ 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 അമ്മണേ. സത്യോണാ? കാക്കാത്തി പറഞ്ഞ തെറ്റിയില്ല കേട്ടോ. മാഷി 10 മിനിറ്റ് നേരത്തെ ബെല്ലടിച്ചത്. എന്റെ ശാന്തിരിച്ചറ എനിക്ക് വിശന്നിട്ട് കണ്ടു കാണാൻ മേല. നല്ല മണം. ആ LP തോറ്റ് പഠിച്ചാ മതിയായിരുന്നു. അതാവുമ്പോ കഞ്ഞെങ്കിലും കിട്ടിയേനെ. അതിനൊരു ക്ലാസ്സിൽ 3 കൊല്ലല്ലേ തോക്കാൻ പറ്റൂ. പിന്നെങ്ങനെയാ? കണ്ടിട്ട് കൊതിയാവണു. വിശന്നിട്ടാണേ വയ്യ. അത് തിന്നണ പിള്ളേരെ വയറളത്. നിങ്ങളാ ഉടുക്കത്തെ പുളിയമ്മങ്ങ. ഇതും കൂടി തീർന്ന പിന്നെ എന്തുട്ടാ ചെയ്യാ? അയ്യോ എനിക്ക് കിട്ടിയില്ല. എനിക്ക് വേണ്ടിട്ടാടാ. പിടിച്ചോ. തള്ളട മക്കളെ. കുട്ടപ്പൻ നേരത്തെ എത്തിയില്ല. ചന്തയിൽ ഇന്ന് തിരക്ക് കുറവായിരുന്നു.
ഇതൊന്ന് വേഗം ഇറക്കിയിരുന്നെങ്കിൽ. തങ്കപ്പനൊന്ന് ലീവാടും. അയ്യോ താൻ തന്നെ ഇറക്കി തന്നാ നന്നായിരുന്നു. ഇറക്കൂലി ഞാൻ വേറെ തരാം. അയ്യോ എന്നെ കൊണ്ട് പറ്റൂല, പക്ഷെ പ്രായമായില്ലേ. മാഷിന്റെ തോളത്തെടുത്ത് വെക്കാൻ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. അയ്യോ നടുവെട്ടി ഞാൻ താഴെ വീണു പോകും. ചാക്ക് വേണമെങ്കിൽ ഞാൻ ഇറക്കാം മാഷെ. നീയോ? അല്ല മാഷെ, ആ ഇറക്കൂലി എനിക്ക് കിട്ടിയ പെരയില് റേഷൻ വാങ്ങാൻ കൊടുക്കായിരുന്നു. നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ മണി. ഇനിയിപ്പോ കാശ് തന്നില്ലേലും വേണ്ട, ഞാൻ അടുത്ത് വെച്ചോളാം. ഒന്ന് താങ്ങി താഴെ. മാങ്ങ കൊള്ളാം അല്ലേ? പുളി മാങ്ങ കഴിക്കാനൊക്കെ തോന്നാറുണ്ടോ അപ്പൊ? ഒന്ന് നേടാ മണി കുറച്ച് കഞ്ഞി ബാക്കിയുണ്ട്, നീ കുടിച്ചോ? ഓ വേണ്ട, ഞാൻ കഴിച്ച. ഓ പിന്നെ സദ്യ കൊണ്ടിട്ടല്ലേ വരണത്. നീ ആ മാവിക്കാരന ഞാൻ കണ്ടല്ലേടാ. നീ വേണമെങ്കിൽ ഇത് കുടിച്ചോടേക്കാ. അല്ലച്ചി, ഞാൻ UP-ലാ. അത് UP LP ഒന്നും ഇപ്പൊ നോക്കണ്ട, കുടിച്ചേടാ. നീ ഇത് പിടിച്ചേ, കുടിച്ചോടാ. മണി സുഖു രാജു ഒന്നും കഴിച്ചിട്ടില്ല ചേച്ചി. ഇത് ഞങ്ങള് 3 പേരും കൂടി കഴിച്ചോട്ടെ? അതിനെന്താ, കഴിച്ചോടാ. എങ്ങോട്ടാ അത്ര ധൃതിയില്? മേനോമാഷി നാടകത്തിൽ കുട്ടികളെ സെലക്ട് ചെയ്യാം മാഷെ. 7 B-ല്. നിങ്ങളെല്ലാം വലിയ കലാകാരന്മാരാണല്ലോ. നിന്റെ അരിയുടെ ഇറക്കൂലി വേണ്ടടാ. ഇതാ വാടാ. അഭിനയവും സംഗീതവുമെല്ലാം അരച്ച് കലക്കി കുടിച്ച ഒരു കലാകാരനാണ് ഞാൻ. വെറും അധ്യാപകനല്ല. ഞാൻ സംവിധാനം ചെയ്യുന്ന നാടകം ഈ യുവജനോത്സവത്തിൽ നാടകത്തിനുള്ള കപ്പ് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരും. നാടകത്തിന്റെ പേരാണ് കർണൻ. മാഷാണ് സംവിധാനം ചെയ്യുന്നെങ്കിലേ ഇപ്രാവശ്യത്തെ കപ്പ് മോഷ്ടിച്ചോണ്ട് വരേണ്ടി വരും. സൈലൻസ് സൈലൻസ്. എന്താ പറഞ്ഞ ഞാൻ കർണനാവാന്ന് പറഞ്ഞതായിരുന്നു. ഓ, കർണൻ അവൻ പറ്റിയ മുഖം, ആ രണമുഖം. അവിടെ ഇരിക്കെ. കർണൻ വാസുകുട്ടൻ നായർ തന്നെ. ആ, ഇനിയിപ്പോ കൃഷ്ണനെ വേണം. അപ്പൊ ടീച്ചറെ മാഷേ, രാജാമണി കൃഷ്ണനായ തകർക്കും. ഏ കൃഷ്ണൻ. എടാ, ദൈവങ്ങളൊന്നും കറുത്തിട്ടല്ല ഇരിക്കുന്നത്, നല്ല വെളുത്ത നിറമായിരിക്കും. പിന്നെ കാണാൻ നല്ല ഐശ്വര്യമായിരിക്കും. ഇത് ശരിയല്ലേ? ശരി. കൃഷ്ണന് കറുത്തേറോന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആര്? രാമപ്പനോ? കറുത്ത തെങ്ങ് കയറ്റക്കാരനാണെന്ന് പറയാത്തത് ഭാഗ്യം. ടീച്ചർ അഭിപ്രായത്തിൽ ഇക്കൂട്ടത്തിൽ ആരുണ്ട് കൃഷ്ണാവാൻ പറ്റിയത്? രാജാമണി നല്ലതുപോലെ അഭിനയിക്കും. മാത്രല്ല കാർമുകിൽ വന്നല്ലേ കൃഷ്ണനെ വിളിക്കാറ്. അപ്പൊ കറുത്ത നിറം കുഴപ്പമുണ്ടോ മാഷെ? കുഴപ്പമുണ്ട്. ടീച്ചറുടെ അഭിപ്രായം ചോദിച്ചത് എന്റെ കുഴപ്പം. എങ്കിൽ പിന്നെ വേറെന്തെങ്കിലും ഒരു വേഷം എനിക്ക് തരാമോ മാഷെ? അതിനിത് കോളനി നാടകം അല്ലല്ലോടാ രാജാമണി. താണ ജാതിക്കാരോ വല്ല പറയുന്നുള്ളല്ലോ മറ്റോ വരുമ്പോ ഞാൻ നിനക്കൊരു വേഷം തരാം. ഈ നാടകത്തില് വേണ്ട. എടാ, കലയിലും ജീവിതത്തിലൊക്കെ കോളനിയും കോവിലകവും തന്നെയാ.